ചേട്ടാ ഒന്ന് നിന്നേ. അയ്യോ ചേട്ടനല്ല, ചേച്ചിയാണ്. ചേച്ചിയാണ്? ചേച്ചിയോടെ പോണു. ഇതാണ് എൻ്റെ സ്റ്റൈല്. കുറേ പരാതി പറഞ്ഞ ആൾക്കാരുണ്ട്, ജിയോ നിങ്ങളുടെ ചീരക്ക് കളറില്ലല്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പോയി, അപ്പോൾ കളർ കിട്ടും. നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. മുണ്ടക്ക വടക്ക് കുത്തി ചെല്ലുമ്പോഴത്തേക്ക് എന്താ തല്ലാൻ പോകണമെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നേരെ വരികയായിട്ട് കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. ഞങ്ങൾ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ കൃഷിക്കാരാണ്. ഞങ്ങൾ ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യണത്. ഞങ്ങളിത് പൈതൃക സമ്പത്താണ് ഞങ്ങളുടെ ഈ ചീര. എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഞങ്ങൾ കൈമാറുക. അഹങ്കാരമാണ്, ഇച്ചിരി അഹങ്കാരമുണ്ട്. അത് കാരണം ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമാണ് ഞങ്ങൾക്ക് ഇത് പുറത്തേക്ക്. പക്ഷെ പുറത്തേക്ക് പോയാലും ഈ കളറ് കിട്ടത്തില്ല. അത് ചില നമ്മുടെ മണ്ണിൻ്റെ ഗുണമാണ് ഇത്. ഇപ്പോൾ ചീരാരി കണ്ടിട്ട് എല്ലാവരും പുറത്തേക്ക് വിളിച്ചിട്ട് കുറേ പരാതി പറഞ്ഞ ആൾക്കാരുണ്ട്, ജിയോ നിങ്ങളുടെ ചീരക്ക് കളറില്ലല്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പോയി, അപ്പോൾ കളർ കിട്ടും. നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അത് പറഞ്ഞിട്ടാണ് മിക്കവർക്കും അയച്ചു കൊടുക്കുന്നത്. ഈ കളർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കൃഷി എല്ലായിടത്തും ആട്ടെ, അതല്ലേ. പക്ഷെ ഈ കളർ കിട്ടണമെന്ന് നമ്മൾ പറയത്തില്ല. കാരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് നട്ടേച്ച് നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറിച്ചുകൊണ്ട് വെക്കും. അല്ല, ഓരോ സ്ഥലത്തേക്ക് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടാ, ഇവിടുത്തെ പോലെ കളറ് കിട്ടുന്നില്ലെന്ന്. അത് ഈ ചെളിമയവും മറ്റ് നല്ല വളക്കുറയുള്ള മണ്ണാണ്. കാലാവസ്ഥ ഇതുകൊണ്ട് പിന്നെ ഇച്ചിരി ചെളിമയം കൂടുതലുള്ളതാണ്. എന്നാലും ചോദിക്കും ഞങ്ങളുടെ അവിടെ ചെളി ഉണ്ടല്ലോ. അത് പക്ഷേ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു കുട്ടിക്ക് ഇവിടുന്ന് മണ്ണ് വരെയും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആര് വണ്ടിയാണ് വന്നപ്പോൾ പറയുന്നത് ഇച്ചിരി മണ്ണും കൂടെ കൊണ്ടുവെക്കും, അവിടെ മണ്ണ് കുറവാണ്. വണ്ടിയിൽ മണ്ണ് വിത്തുകൾ എല്ലാം കൂടെ നല്ലൊരു കൊച്ചായിരുന്നു. കൃഷിയോട് നല്ല താല്പര്യമുള്ള കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നേരത്തെ അതെ ചേർത്തല ഇച്ചിരി അഹങ്കാരം ഉണ്ട്. അത് തെക്ക് പഞ്ചായത്തിലെ ഞങ്ങൾ കൃഷിക്കാരാണെന്നുള്ള സുൽ സാറ് മറ്റേ റോസ്മി മാഡമൊക്കെ ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളോട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൃഷി ഭവനുമായിട്ട് നല്ല സപ്പോർട്ടും. നിങ്ങൾ രണ്ടുപേരും കൂടെ എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്? ഞങ്ങളിപ്പോൾ 1 ഏക്കർ 10 സെൻറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തം നിലം 15 സെൻറ്റുള്ള എനിക്ക്, ബാക്കി പിന്നെ പാട്ടത്തിനെടുത്താണ്. ഇത് സ്വന്തം അല്ല, അങ്ങനെയൊന്നുമില്ല. പാട്ടത്തിനെടുത്ത് ഇത് നമ്മൾ പാട്ടാണ്. ഇത് മുഴുവനും പാട്ടാണ്. ഇവിടുന്ന് അവിടം വരെയും പാട്ടത്തിൻ്റെ ആണ്. ഒരു വർഷം അതൊക്കെ സാരമില്ല, അതൊക്കെ കാശ് കിട്ടുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ മഴയത്ത് ഞങ്ങൾ പെരക്കാത്തിരിക്കുമ്പോൾ വിളിക്കും. കറുപ്പിലല്ല കാര്യം, പെരക്കാത്ത നമുക്ക് വേറെ. മഴയത്ത് നമുക്ക് കര കൃഷിയുണ്ട്, അത് ചെയ്യും. പിന്നെ നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ വെണ്ട, പടവളം, പാവല് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഒരു സാധനം ജൂലൈ എന്ന് പറഞ്ഞാൽ മഴയില്ലേ, ആ സമയത്ത് ഞങ്ങൾ പറമ്പൊക്കെ റെഡിയാക്കിയിട്ടേക്കും. ചുമ്മാ തരുന്ന ആരാ കാശ് തരുന്നത്? അപ്പൊ ഇത് ജീവിച്ചു പോണ്ടേ. ഇത് നമ്മൾ ബെഡ് ഇണക്കി ഇട്ടിരുന്ന ബെഡാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ചീരത്തൈയാണ്. അത് നമ്മൾ ഇതിന്മേലേക്ക് നടിയാണ്. ഇത് നമ്മൾ ഈ പ്രായത്തിൽ അങ്ങോട്ട് പറിച്ച് നടിയുകയാണെങ്കിൽ നാളെ 2 ദിവസം കഴിയുമ്പോൾ ഇവൻ നേരെ നിൽക്കും. 2 ദിവസം വീണ് കിടക്കുകയായിരിക്കുമേ. അത് കഴിയുമ്പോഴത്തേക്ക് അവൻ നേരെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് കോഴിവളം ചാണകപ്പൊടിയും കൂടെ നമ്മൾ നനച്ചിട്ടിട്ടുണ്ടാവും. അത് നല്ല പൊടിയായിട്ട് നമ്മളിട്ട് ഒരു 5 ദിവസം കൂടെ നനച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2-3 ഇല ആകും. അപ്പോൾ നമ്മൾ മണ്ണിട്ട് മൂടി സൈഡ് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരയുടെ പണി തീർന്നു. പിന്നെ നന മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വളങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പറിച്ചു കൊടുത്ത് കാശ് മേടിച്ചേച്ചാൽ മതി. ഇനി ഞാൻ ഇത് നട്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ സാധനം കാണിച്ചു തരാം. നമ്മളങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അതാണ്ട് വേറെ കൃഷിയുണ്ട് നമുക്കിവിടെ. നമ്മൾ ഇത്തവണ കൂടുതൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ തീർത്തേക്കട്ടെ.